താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇറാൻ ഒന്ന് തൊട്ടു നോക്കൂ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത പ്രഹരമായിരിക്കും അമേരിക്കയും ഇസ്രായേലിനെയും ഇനി കാത്തിരിക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവ ശേഖരമുള്ള റഷ്യ ഇറാന് നൽകാൻ പോകുന്ന വജ്രായുധത്തിന് മുന്നിൽ ഏത് കൊലകൊമ്പനും തോറ്റുപോകും. അതെ, അമേരിക്കയും ഇസ്രായേലും ചെവിയിൽ നുള്ളിക്കോളൂ. ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ റഷ്യ നൽകുന്ന വജ്രായുധവുമായി അവർ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. എന്താണ് വിഷയമെന്ന് ഞാൻ കൃത്യമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിന്റെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തി കുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ ഏഷ്യയിൽ ഉയർന്നു വരുന്ന വളരെ വലിയൊരു സൈനിക വിപ്ലവത്തെ കുറിച്ചാണ്. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ആരെ കുറിച്ചാണ്, ഏത് ബന്ധത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അർത്ഥശൂന്യമാക്കി മാറ്റി നിർണായകമായ ഒരു യുദ്ധതന്ത്രം ലോകത്തിന് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ ഏതെങ്കിലും തരത്തിൽ തോൽക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായും തകർക്കാൻ റഷ്യ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന ശക്തമായ നയതന്ത്ര സന്ദേശമാണ് ഈ വിപ്ലവത്തിന് പിന്നിലുള്ള ഘടകം. ടെഹ്റാൻ ആവശ്യമായ ഏറ്റവും വലിയ വജ്രായുധങ്ങൾ നൽകി സംരക്ഷിക്കാൻ മോസ്കോ ഇന്ന് ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെയും ആഗോളതലത്തിലെയും സുരക്ഷാ നിലപാടുകളെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിലാണ് ഈ വലിയ സഹകരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ലോകം കണ്ട യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പുതിയ തലമുറയുടെ സാങ്കേതിക പോരാട്ടമാണ് ഇവിടെ രൂപപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച പ്രായോഗിക അനുഭവ സമ്പത്തും അതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നവീകരിച്ച ഷഹദ് ഡ്രോണുകൾ ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നു. റഷ്യൻ സൈന്യം സ്വന്തം യുദ്ധ പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത അറിവുകൾ നേരിട്ട് ടെഹ്റാന്റെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. റഷ്യ നൽകുന്ന ഉപഗ്രഹ രഹസ്യാന്വേഷണ വിവരങ്ങളും ചൈനീസ് റഷ്യൻ സംയുക്ത വെയർ ഹൗസുകളിൽ നിന്നുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൂടി ചേരുമ്പോൾ പശ്ചിമേഷ്യയുടെ ആകാശ പ്രതിരോധം ഒരു വൻ കോട്ടയായി മാറുകയാണ്. ഇത് അമേരിക്കയുടെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും എല്ലാവിധ സൈനിക കണക്കുകൂട്ടലുകളെയും തലകീഴായി മറിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ റഷ്യക്ക് ഷഹദ് ആക്രമണ ഡ്രോണുകൾ നൽകുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നത്. നമ്മൾ ഒരുപാട് തവണ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ. എന്നാൽ അന്ന് നൽകിയ ലളിതമായ ഷഹദ് ഡ്രോണുകളുടെ കഥയല്ല ഇന്ന് നമ്മൾ കാണുന്നത്. കഥ പൂർണ്ണമായിട്ടും മാറി മറിഞ്ഞിരിക്കുന്നു. ഉക്രൈനിലെ കടുത്ത ഇലക്ട്രോണിക് വാർഫെയറുകളെ അതിജീവിച്ച് ശക്തിയേറിയ ഇലക്ട്രോണിക് ജാമിങ്ങുകളെ പൂർണ്ണമായും പ്രതിരോധിച്ച് കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് റഷ്യ ഈ ഡ്രോണുകളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ റഡാറുകളെ കണ്ണുവെട്ടിച്ച് പറക്കാനും ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ടാലും കൃത്യമായി ലക്ഷ്യം കാണാനും ഇവയ്ക്കിന്ന് സാധിക്കും. നിർമ്മിത ബുദ്ധിയും ആധുനിക കമ്മ്യൂണിക്കേഷൻ അപ്ഗ്രേഡുകളും ഉപയോഗിച്ച് കൂടുതൽ മാരകമാക്കിയ അതേ വജ്രായുധങ്ങൾ തന്നെയാണ് റഷ്യ ഇന്ന് തിരികെ ഇറാനിലേക്ക് എത്തിക്കുന്നത്. ഇതിനർത്ഥം പാശ്ചാത്യ സാങ്കേതിക വിദ്യകളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആയുധങ്ങൾ ഇന്ന് ഇറാന്റെ കൈവശമുണ്ട് എന്നത് തന്നെയാണ്. ഒരു രാജ്യം തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച അപ്ഡേറ്റുകൾ മറ്റൊരു രാജ്യത്തിന് നൽകണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ആഴമുള്ള ബന്ധമുള്ളവർ തന്നെയാണ് ഇറാനും റഷ്യയും എന്ന കാര്യത്തിലും നമ്മൾക്ക് സംശയമില്ല. ഇതിനോടൊപ്പം റഷ്യ തങ്ങളുടെ അത്യാധുനിക ഉപഗ്രഹ ശൃംഖല വഴി കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ചുള്ള സുപ്രധാന രഹസ്യാന്വേഷണ വിവരങ്ങൾ കൂടി ഇറാനുമായി തത്സമയം പങ്കുവെക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ശത്രുക്കളുടെ സൈനിക നീക്കങ്ങൾ, യുദ്ധക്കപ്പലുകളുടെ സ്ഥാനങ്ങൾ, വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം റഷ്യൻ ഉപഗ്രഹങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഇറാൻ കമാൻഡർമാർക്ക് കൈമാറുന്നു. റഷ്യയുടെ വിപുലമായ സാങ്കേതിക സഹായവും ചൈനീസ് ഇലക്ട്രോണിക് ആകാശ പ്രതിരോധ മിസൈലുകളും കൂടി ചേരുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിനും ഇസ്രായേലിനും കാര്യങ്ങൾ അതീവ സങ്കീർണമായിട്ടാണ് മാറുന്നത്. മുൻപ് വ്യോമാക്രമണങ്ങളിലൂടെ ഏത് രാജ്യത്തെയും കീഴ്പ്പെടുത്താമെന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് ഇത് വലിയൊരു ആഘാതം തന്നെയാണ്. 5ാം തലമുറയിലെ ആധുനിക പോർ വിമാനങ്ങളെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകളും ഇറാന് വലിയൊരു ആകാശ പ്രതിരോധ കവചം ഒരുക്കുന്നു. കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും ചെറിയ മിസൈലുകൾ ഉണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ്. ചിലവ് കുറഞ്ഞ എന്നാൽ അത്യന്തം വിനാശകാരിയായ ഡ്രോണുകളും പോർട്ടബിൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒന്നിക്കുമ്പോൾ യുദ്ധരംഗത്തെ പാശ്ചാത്യ മേൽക്കോയ്മ പൂർണ്ണമായും അവസാനിക്കുക കൂടിയാണ് സംഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ഏതാനും $1000 മാത്രം വിലയുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പാശ്ചാത്യ ശക്തികൾ നിർബന്ധിതരാകുകയാണ്. ഇത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ പോലും ചോർത്തുന്ന ഒരു നീക്കമാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായി ഈ റഷ്യ ഇറാൻ സൈനിക പങ്കാളിത്തം മാറിക്കഴിഞ്ഞു എന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അധിനിവേശ തന്ത്രങ്ങൾക്ക് ഇനി ടെഹ്റാന്റെ മണ്ണിൽ ഒട്ടുമിടമില്ല എന്ന് റഷ്യ തങ്ങളുടെ കരുത്തുറ്റ പ്രതിരോധ പിന്തുണയിലൂടെ തെളിയിച്ചിരിക്കുന്നു.
ഇറാനെ ആക്രമിക്കാനോ അവരുടെ ആധിപത്യം തകർക്കാനോ പദ്ധതിയിടുന്നവർക്ക് മുന്നിൽ റഷ്യൻ നിർമ്മിത പ്രതിരോധ കവചങ്ങൾ ഒരു വൻ ചുമരായിട്ട് നിലകൊള്ളുകയാണ്. തങ്ങളെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നും അവരെ കാക്കാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരവും അതുപോലെ തന്നെ ആണവ ശക്തിയുമുള്ള റഷ്യ, സാക്ഷാൽ റഷ്യ കൂടെയുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നതാണ് ഈ മാറ്റങ്ങൾ എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഇറാൻ ഇനി യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് സാരം. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താമെന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ പരാജയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉപരോധങ്ങൾ എത്രത്തോളം കടുക്കുന്നുവോ അത്രത്തോളം ശക്തമായി റഷ്യയും ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പരസ്പര കൈമാറ്റവും പാശ്ചാത്യ ലോകത്തിന്റെ സാമ്പത്തിക നയതന്ത്രങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്നു. ബഹുദ്രുവ ലോകക്രമത്തിൽ സാമ്രാജ്യത്വ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ റഷ്യയും ഇറാനും വികസിപ്പിച്ചെടുത്ത ഈ പുതിയ തന്ത്രങ്ങൾ പടിഞ്ഞാറൻ ഏഷ്യൻ സുരക്ഷാ ഭൂപടത്തെ എന്നേക്കുമായി തിരുത്തി എഴുതുകയാണ്. ലോകത്തിന്റെ അധികാരം തങ്ങളുടെ കൈകളിൽ മാത്രം ഭദ്രമാണെന്ന് കരുതിയവർക്ക് മുന്നിൽ പുതിയ സാങ്കേതിക വിദ്യകളും സഖ്യങ്ങളും ഉപയോഗിച്ച് ഒരു പുതിയ ശക്തി കേന്ദ്രം ഉയർന്നു വന്നു കഴിഞ്ഞു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇറാനെ തൊടാൻ ഭയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ലോകരാഷ്ട്രീയം എന്ന തിയേറ്ററിൽ പുതിയൊരു ചരിത്ര അധ്യായം തന്നെയാണ് കുറിക്കപ്പെടുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധം സമീപകാല ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ തന്ത്രപരമായ മാറ്റങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും നയതന്ത്ര ഒറ്റപ്പെടുത്തലുകളും നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഒരു സാധാരണ ഉഭയകക്ഷി ബന്ധത്തിനപ്പുറം പരസ്പര സംരക്ഷണ കവചമായിട്ട് മാറിയിരിക്കുകയാണ്. മധ്യപൂർവ്വ ഏഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇറാന് സുരക്ഷയും നയതന്ത്ര പിൻബലവും നൽകുന്നതിൽ റഷ്യയുടെ പങ്ക് വളരെ വലുതാണ്. പ്രധാനമായും 5 മേഖലകളിലാണ് റഷ്യ ഇറാന് ഈ പ്രതിരോധ കവചം ഒരുക്കുന്നത്. അതുകൂടി എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ആധുനിക സൈനിക സാങ്കേതിക വിദ്യയും വ്യോമ പ്രതിരോധവുമാണ്. അതായത് റഷ്യൻ നിർമ്മിത S-300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വികസിത റഡാർ സാങ്കേതിക വിദ്യകളും ഇറാന്റെ സുരക്ഷാ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ഇറാന്റെ വായു പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്നത് റഷ്യയുടെ സാങ്കേതിക സഹകരണം തന്നെയാണ്. കൂടാതെ Su-35 അഡ്വാൻസ്ഡ് യുദ്ധവിമാനങ്ങളും പരിശീലന വിമാനങ്ങളും ഇറാന് കൈമാറുന്നതിനുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടുത്തത് നയതന്ത്ര സംരക്ഷണവും രക്ഷാസമിതിയിലെ വീറ്റോ അധികാരവുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ അതായത് UN സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിര അംഗം എന്ന നിലയിൽ റഷ്യ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇറാന് ശക്തമായ നയതന്ത്ര കവചം തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെതിരെ കൊണ്ടുവരുന്ന കർശനമായ പ്രമേയങ്ങളെയും ഉപരോധ നീക്കങ്ങളെയും തടയാൻ റഷ്യൻ ഇടപെടലുകൾ കാര്യമായിട്ട് സഹായിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെടാതെ നിൽക്കുന്നതിൽ ഈ നയതന്ത്ര തണൽ വളരെ നിർണായകവുമാണ്. ഇന്റലിജൻസ് വിവരങ്ങളും ബഹിരാകാശ സഹകരണവും മറ്റൊന്നാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളും മറ്റു ശത്രു രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്നതിന് റഷ്യയുടെ ഉപഗ്രഹ ശൃംഖലകളും രഹസ്യാന്വേഷണ ഏജൻസികളും ഇറാന് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ റഷ്യ നൽകുന്ന സാങ്കേതിക സഹായം ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും ബഹിരാകാശ നിരീക്ഷണ ശേഷിയും ഉറപ്പുവരുത്തുന്നു. അടുത്തത് സാമ്പത്തിക ഉപരോധം മറികടക്കലാണ്. ശക്തമായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഇരു രാജ്യങ്ങളും ഡോളറിന് പകരമായി സ്വന്തം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ധാരണയായിട്ടുണ്ട് എന്ന കാര്യം അന്താരാഷ്ട്ര പേയ്മെന്റ് സംവിധാനമായ സ്വിഫ്റ്റിന്റെ ബദലായി സ്വന്തം ബാങ്കിംഗ് സംവിധാനങ്ങൾ ബന്ധിപ്പിക്കാനും റഷ്യൻ പിന്തുണയോടെ സാധിച്ചു. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC പോലെയുള്ള വ്യാപാര പാതകൾ സജീവമാക്കുന്നതിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറും പരസ്പര സഹകരണവും ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാന് നൽകിയ ഷഹദ് ഡ്രോണുകളും സാങ്കേതിക വിദ്യകളും റഷ്യക്ക് സഹായകരമായപ്പോൾ പകരം ഇറാന്റെ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയും മുന്നോട്ട് തന്നെ വന്നു. ഈ കൊടുക്കൽ വാങ്ങലുകളുടെ തുടർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച 20 വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാർ അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ട്രീറ്റി മേഖലയിലെ പുതിയ ശക്തി സമവാക്യങ്ങളുടെ സാക്ഷ്യപത്രം തന്നെയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സഖ്യം ബാഹ്യാക്രമണം ഉണ്ടായാൽ പരസ്പരം നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുന്ന തരത്തിലുള്ള പൂർണ്ണ സൈനിക സഖ്യം അല്ലെങ്കിൽ പോലും ഇറാന്റെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിലും റഷ്യൻ പിന്തുണ ഒരു ശക്തമായ കവചമായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒരു കാര്യം നോക്കിയാൽ നന്നാകും. ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് റഷ്യ എന്ന ആണവ ഭീമനെയാണ്. അതിന് തയ്യാറാണെങ്കിൽ മാത്രം വീണ്ടും യുദ്ധത്തിന് ഇറങ്ങിക്കോളൂ. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് ചെയ്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.